തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. കോഴിക്കോടെ മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. ഇവിടെ വൈബാസ്വദിക്കാൻ എത്തുന്നവർ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കും കടന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് കോർപ്പറേഷനിൽ സാംസ്കാരിക കോഴിക്കോട് ആക്കി കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ ഇവിടുത്തെ മേയർ. അവളെ കോഴിക്കോട് കോർപ്പറേഷൻ ചൂടത്തെ സ്ട്രോങ് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഇങ്ങൊന്നും സ്ട്രോങ് ആവാണ്ട് അടുത്ത ആഴ്ച ആകുമ്പോൾ ഒന്നാരും സ്ട്രോങ് ആവും. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ജനങ്ങളെ കയ്യിൽ കിടക്കുന്ന വോട്ടല്ലേ. അപ്പോൾ ആരും മാറ്റി പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും ജയിക്കുക. മത്സരം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്രാവശ്യം LDF ആയിരിക്കും ജയിക്കുക. ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര ഘോഷയാത്ര അതും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ആൾക്കാർ പത്രമൊക്കെ നോക്കി മനസ്സിലാക്കി പിടിച്ച് ഇതാവും. നോക്കണ്ട LDF നല്ല ഇതിലങ്ങോട്ട് പോകും. നമ്മൾ ഓരോ ഡിവിഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടിയിൽ പോകും UDF ആയിരിക്കും വരുത്തി. അങ്ങനെ പഞ്ചാങ്കര അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രചരണം വന്ന ഗതിയാണ്. തെരഞ്ഞെടുപ്പിനൊന്നും വലിയ മൂടില്ല. ആര് വെച്ചാൽ എല്ലാം കണക്കന്നെ. അത് സാധാരണ നമ്മൾ ആളെ നോക്കിയിട്ട് നമുക്ക് പറ്റിയ ഇവിടെ നോക്കാൻ പറ്റിയ ആൾക്കാരെല്ലാണെങ്കിൽ ചെയ്യും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണക്കാർ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഇവരൊക്കെ പാർട്ടിക്കാരെ കൊണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ കിട്ടലാണ്. അത് കിട്ടണില്ല. ഒരു പാർട്ടി, അതായത് ലീഗുകാരായാലും കോൺഗ്രസ്സുകാരായാലും മാർക്സിസ്റ്റുകാരായാലും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറ്റിച്ചിറയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. ഓരോ ദിവസം പിന്നിടുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൂടിക്കൂടി വരികയാണ്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.